ആൻഡ് ട്രാവൽ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു പൂക്കളുടെ ലോകത്താണ്. അതായത് 400 വെറൈറ്റി 10 മണി പൂക്കളുള്ള ഒരു സ്ഥലം. തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാടിനടുത്ത് കുതിരകളം എന്ന സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. ഈ വിഭാഗത്തിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, കുറച്ച് കൂടുതൽ കട്ടി. ഈ വെറൈറ്റിയുടെ പേരാണ് പോർട്ടിലാക്ക. ഇത് വന്നിട്ട് റോസാപ്പൂ പോലെ ഇരിക്കും. അതാ റോസ് പോലെ ഇരിക്കുന്നു. ഇതിന്റെ തന്നെ 37 കളറുണ്ട്. പോർട്ടിലാക്കയുടെയോ? പോർട്ടിലാക്കയുടെ തന്നെ 37 വെറൈറ്റി ഉണ്ട്. 37 വെറൈറ്റിയിൽ 5 കളർ ഡബിൾ ഷെയ്ഡാണ്. ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു കളറിൽ പകുതി ഒരു കളറും പകുതി ഒരു കളറും ആയിരിക്കും. അതെ, ശരി. ഇവിടെ കാണിച്ചു തരാം. ഇതൊക്കെ നമ്മുടെ പഴയ 10 മണിയുടെ ഓരോ അല്ലേ? അതെ അതെ. ഇതിന്റെ തന്നെ 37 കളറുണ്ട്. 37 കളർ പോർട്ടിലാക്കാൻ മാത്രം. സത്യം പറഞ്ഞാൽ ഇതിന്റെ പേര് പഠിച്ചു വരുമ്പോൾ തന്നെ ഒരു വർഷത്തോളം എടുക്കുമല്ലോ. ഇതാണ് ഈ ഡബിൾ ഷെയ്ഡ് ഫ്ലവറിന്റെ പ്രത്യേകത. ഡബിൾ ഷെയ്ഡ് ഞാൻ പറഞ്ഞില്ലേ, അതിന്റെ പ്രത്യേകത പകുതി കളർ ഒരു ഇതും പകുതി കളർ ഒരു ഇതും. ഇതാണ് ഇതിന്റെ പ്രത്യേകത. പിന്നെ അതിന്റെ അപ്പുറത്ത് നിൽക്കുന്ന വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഇത് വേറെ വെറൈറ്റി ആണ്. അത് വേറെ വെറൈറ്റി. അതെ, തയ്യാറാ. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ അടുക്കായിരിക്കില്ല, ഒറ്റ പെറ്റൽസ് ആയിരിക്കും. ഒറ്റ പെറ്റൽസ് ആയിരിക്കും അല്ലേ? ഇതിൽ തന്നെ 15 കളറുകളുണ്ട്. 15 കളർ. ഇപ്പോൾ പുറത്ത് വിടാത്തതായിട്ടുള്ളത് 8-9 കളർ ഇനി സ്റ്റോക്ക് വെച്ചിട്ടുണ്ട്. ഏത് സമയത്തും പൊട്ടിപ്പുറപ്പെടാൻ തയ്യാറായിട്ടല്ലേ? ശരിക്കും എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യും ജോലി? ഞങ്ങൾ 7 മണി, രാവിലെ 7 മണിക്ക്. എല്ലാ ദിവസവും 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റാഫ് പോയ ശേഷം ഞാനും ഹസ്ബൻഡും കൂടെ നിന്ന് എല്ലാം ചെയ്യും. 1 മണിയാകും പിന്നെ വീട്ടിൽ കയറാം. ആണോ? മോളെ വിട്ട് കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ടാണ്? മോളെ വിട്ട് കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട്. രാജീവിന് വേറെ ജോലി എന്തെങ്കിലും? വേറെ ഇല്ല, ഞങ്ങൾ ഇത് തന്നെയാണ്. കടയൊക്കെ മതിയാക്കി ഞങ്ങൾ ഇത് തന്നെയാണ് വരുമാന മാർഗം. ഇത് തന്നെയാണ് വരുമാന മാർഗം. ഇത് തന്നെയാണ്. മഴയാകുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. ആണല്ലേ? അത് ശരി. പിന്നെ ഞങ്ങൾ തളരാതെ പിടിച്ചു നിൽക്കുന്നുണ്ട്. അല്ല, ഒരു കാര്യത്തിൽ തളരാൻ പാടില്ല. കട 9 വർഷമായി, ഇനിയും 9 വർഷത്തിന് ശേഷം തളരുക എന്ന് പറഞ്ഞാൽ അതൊട്ടും ശരിയായ കാര്യമല്ല. ഇവിടെ തന്നെ കുഞ്ഞു മറ്റേ കമ്മല് ചെടിയ പോലത്തെ ഇത് വന്നിട്ട് നമ്മൾ ഈ ചിലവര് വീടൊക്കെ വെച്ചിട്ട് ലോണിന് പകരം വെക്കത്തില്ല, അതിന് വേണ്ടി ഇത് ചിലവർ കൂടുതൽ വാങ്ങുന്നുണ്ട്. ഈ വെറൈറ്റി അതാകുമ്പോൾ ചെറിയ പൂവും കാണും. അതാ, ചെറിയ മൂക്കുത്തി പോലെ നമുക്ക് മൂക്കിലെടുത്ത് വെക്കാൻ പറ്റുന്ന പോലത്തെ ചെറിയ ചെടികൾ. ശരിക്കും പറഞ്ഞാൽ വലിയ ഓഫീസുകൾ, വലിയ വീടുകൾക്കൊക്കെ വർക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ലേ? സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ വലിയ വീടാവണമെന്നില്ല. ഇപ്പോൾ ഒരു ചെറിയ ഇതുപോലത്തെ ഒരു ബെഡ് സെറ്റ് ചെയ്യാനാണെങ്കിൽ ഒരു 15 പീസൊക്കെ ഒരുമിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ നിൽക്കുന്നത് ഇപ്പോൾ വന്ന പുതിയ വെറൈറ്റിയാണ്. ഏത്? വൈറ്റോ? അത് നമ്മുടെ ഈ ഒരു കൈയുടെ വലിപ്പം വരും. ആ ഫ്ലവർ വിരിഞ്ഞിട്ടില്ല. ഇതോ? വയലറ്റ്. നമുക്ക് കണ്ടാൽ വിചാരിക്കും നമ്മുടെ നാട്ടിൻ പ്രദേശം, പക്ഷെ ഇതല്ല. നമ്മുടെ ഒരു കൈയുടെ വലിപ്പം വരും ഈ ഒരു ഫ്ലവർ. അത് ശരി. ഏത് സമയത്ത് അത് വിരിയുന്നത്? ഒരു 10 മണിക്കുള്ളിൽ വിരിയും. വിരിഞ്ഞ് തുടങ്ങുന്നുണ്ട്. നല്ല വലിപ്പമായിരിക്കും. നല്ല വലിപ്പം കൈയുടെ അത്ര വരും. ആണോ? അത് ശരി. ഇതാണ് ഞങ്ങൾ ഇനി അടുത്ത് പുറത്ത് വിടുന്ന പറയും. അടുത്ത മാസത്തോളം അത് പുറത്ത് വിടും. അടുത്ത മാസം മുതൽ പുറത്ത് വിടും. അതെവിടെ നിന്ന് കൊണ്ടുവന്നതാ? ഇത് തായ്ലൻഡ്. ഇവിടെ എല്ലാം ഫോറിൻ കൺട്രീസ് ആയിട്ടോ. തായ്ലൻഡ്, റഷ്യ, ജപ്പാൻ, കൊറിയ, അങ്ങനെ എല്ലാം ഗൾഫ് കൺട്രീസും ഫോറിൻ കൺട്രീസും ഒക്കെയാണ്. ഈ ഫോറിൻ കൺട്രീസിലുള്ളത് FBയിലോ യൂട്യൂബിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഓർഡർ ചെയ്ത് വാങ്ങിക്കോ. അത് ശരി. ഇവിടെ തന്നെ കാണാൻ വരുന്നുണ്ടല്ലേ? അത് ശരി. നമുക്ക് സ്കൂളിലൊരെണ്ണം സെറ്റ് ചെയ്താലോ? സ്കൂളിൽ വന്നിട്ടുണ്ടായിരുന്നു. സ്കൂളിൽ ഫാദറും മാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സ്കൂളിൽ കൊണ്ടുവെക്കണമെന്ന് പറഞ്ഞു. ആണോ? ചെടിയെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. അത് ശരി. സ്കൂൾ ഏത് സ്കൂളാ? വിമല ഇംഗ്ലീഷ് വിദ്യാലയ. വിമല ഇംഗ്ലീഷ് വിദ്യാലയ. അപ്പോൾ നമുക്ക് സ്കൂളിലും ഒന്ന് സെറ്റ് ചെയ്യാം അല്ലേ? ഇരിക്കട്ടെ, കുറച്ച് കളർഫുള്ളായിട്ട് സ്കൂളും. ഇവിടെ കൃഷിയുണ്ട് അല്ലേ? അത് ശരി. നാരകം, പ്ലാവ് അടക്കം കൃഷികളും ഉണ്ടല്ലേ? നമ്മൾ ഇടയ്ക്ക് ഇവിടെ മറ്റേ സുനാമി എന്തോ വന്നൊരു പ്രശ്നം ഉണ്ടായി ഈ സ്ഥലത്തല്ലേ? സുനാമി ഇല്ല,
ആ ഓക്കെ അടിച്ചത് ഇവിടെയാണല്ലേ? ഫാമായിരുന്നു പണ്ട്, ഫാമായിരുന്നു, ഇതെല്ലാം കോഴി ഫാമായിരുന്നു. അതാ ഞാൻ അവിടെ എല്ലാം ഉണ്ടായിരുന്നു. കാറ്റ്, ആ ഓക്കിയുടെ കാറ്റ് വന്നതിന് ശേഷം എല്ലാം ഓക്കെ അടിച്ചു പോയ പ്രദേശം ഇതല്ലേ? ആ ഞാൻ കണ്ടിട്ടുണ്ട് അന്ന്. എല്ലാം നമുക്ക് ഫാമായിരുന്നു. ഫാമായിരുന്നല്ലേ, കോഴി ഫാം. അതിന് ശേഷമാണ് ഇത് സ്റ്റാർട്ട് ചെയ്തല്ലേ? ആ അപ്പോൾ ഒരു ദുരന്തത്തെ ഫേസ് ചെയ്തവരാണ്. അതെ അതെ. ഇതൊന്നും ജംബോ വെറൈറ്റി എന്ന് പറയും. ജംബോ വെറൈറ്റി. പൂക്കൾ കണ്ട് ശ്രേയ ആണോ? അതെ. പിന്നെ ഇതെല്ലാം പുറത്ത് വിടാനുള്ള പുതിയ വെറൈറ്റീസാണ്. ഇതെല്ലാം ജംബോ വിഭാഗത്തിൽപ്പെടുന്നത്. ഇതെല്ലാം നമുക്ക് നമ്മുടെ പ്ലാന്റ് ആണ്. നമ്മളെങ്ങനെ ക്രോസ് ചെയ്യുന്നത് എങ്ങനെയാ? നമ്മുടെ പ്ലാന്റ് എന്ന് പറയുമ്പം നമ്മൾ പുതിയത് ഇപ്പം പ്ലാവും മാവും ഒക്കെ ആണെങ്കിൽ ബഡ് ചെയ്യുമല്ലോ. അപ്പം നിങ്ങളെങ്ങനെ ഇതിനെ ക്രോസ് ചെയ്യും? ഇതിനൊക്കെ വിത്തുള്ള സംഭവമാണ്. വിത്ത് കിട്ടുമ്പോൾ വരുന്നത്. വിത്തുണ്ടോ ഇതിനൊക്കെ? അത് ശരി. വിത്ത് ഉണ്ടോന്ന് ചിലപ്പോൾ വിത്ത് ഇട്ട് കഴിഞ്ഞാൽ ചില കളർ ഈ പിങ്ക് തന്നെയായിരിക്കും. അപൂർവം നമുക്ക് മാറി കിട്ടിയാൽ അപ്പോൾ നമ്മൾ പുതിയ പേരിട്ട് സെറ്റാക്കും അല്ലേ? അത് ശരി. ഇതാണോ ശ്രേയ? ഇതാണ് ശ്രേയ. മോളുടെ പേരാണ് ഇട്ടേക്കുന്നത് ശ്രേയ. ആയിക്കോട്ടെ. സിൻഡ്രലായാലും പോർട്ടലാക്കി ആയാലും ജംബോ ആയാലും ഇതെല്ലാം പുതിയ വെറൈറ്റിയാണ്. ഇതൊരു പരീക്ഷണശാല ഈ ഭാഗത്താന്ന് തോന്നുന്നല്ലേ? അത് ശരി. ഇങ്ങോട്ട് അധികം ആൾക്കാരുടെ ശ്രദ്ധയും വരുന്നില്ലല്ലോ, കുറച്ച് മൂടി കെട്ടി വെച്ചേക്കുന്നുണ്ടല്ലേ? ഇത് എത്രയുണ്ട് സ്ഥലം ഇവിടെ? ഏതാണ് ഇത്? നമുക്ക് 60. അപ്പുറത്ത് കാണും. നമ്മൾ നേരത്തെ ഷൂട്ട് ചെയ്തതെല്ലാം ഞങ്ങൾ റെന്റിന് എടുത്താണല്ലേ? ഞങ്ങൾക്ക് ഇത് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ. അത് ഓക്കെ അടിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്ത്. ഫാമുണ്ടായിരുന്നു, ഫാമെല്ലാം പോയി. ശരിക്കും ഇതന്നെ മലയോര പ്രദേശമാണോ? ആണോ? അപ്പോൾ ഇവിടുത്തെ മറ്റേ വന്യമൃഗങ്ങളുടെ ഒക്കെ പ്രശ്നം ഉണ്ടാവുമോ? പന്നി ഭയങ്കര ശല്യമാണ്. പന്നി ശല്യം ഒരുപാടുണ്ട്. പന്നി ഇതിനെ ആക്രമിക്കുമോ? പന്നി നമ്മളിത് പ്ലാന്റ് ചെയ്തതാ. ഇതെല്ലാം ഈ ഷീറ്റ് കാണുമ്പോൾ ഇതെല്ലാം പന്നി കുത്തി ഇങ്ങനെ കീറിയതാണ്. പന്നി 10 മണി ചെടി ആക്രമിക്കും എന്നുള്ളത് ഒരു ആദ്യത്തെ അറിവാണ്. ഇത് പന്നി ഇങ്ങനെ കുത്തി ഇളക്കിയിട്ടിരുന്ന ഷീറ്റ് അങ്ങ് കീറിയതാണ്. അത് ശരി. ഭയങ്കര ശല്യം. ഇളക്കി കുത്തി മറിച്ചിടും. പിന്നെ പട്ടി ഭയങ്കര ശല്യം. പട്ടി ആയ രീതിയിൽ കിടന്ന് ഇങ്ങനെ തോണ്ടി വെച്ചേക്കുന്നെല്ലാം. പട്ടി സാധാരണ അങ്ങനെ കുത്തി മറിയുന്നത്. പക്ഷെ പന്നി ഈ ഭാഗത്തുണ്ടോ? ചക്കയുണ്ട്, അപ്പൊ അവിടെ വന്ന് എയർലൈൻ സൂപ്പർ അല്ലേ അത്? അപ്പൊ പിന്നെ താഴെ ചക്ക ഉള്ളതുകൊണ്ടാ. ശരിക്കും ഈ പന്നി ചക്ക തിന്നുവോ? ഇല്ലല്ലോ. തിന്നുവോ? അതെനിക്കൊരു പുതിയ അറിവാണ് കേട്ടോ. പന്നി പിന്നെ 10 മണി ചെടികൾ കുത്തി മറിച്ച് കളയും. അതുപോലെ ചക്ക തിന്നും. സാധാരണ ആനയാണ് ചക്ക തിന്നാനായിട്ടൊക്കെ ഇറങ്ങുന്നത്. ഇത് പന്നി ഇറങ്ങും എന്നുള്ളതൊരു പുതിയ അറിവാണ്. സിൻഡർല ഇതിന്റെ പ്രത്യേകത രാവിലെ ഫ്ലവർ ഇരിഞ്ഞ് വൈകിട്ട് വരെ ഫ്ലവർ വാടത്തേ. അപ്പോൾ ഇതിനെ 10 മണിയിൽ നിന്ന് എങ്ങനെ വിളിക്കും? 10 മണിയുടെ വെറൈറ്റിയാണ്. 10 മണിയുടെ ഹൈബ്രിഡ് വെറൈറ്റി ആണല്ലേ? സിൻഡർല. ഇതിന്റെ തന്നെ 28 കളർ സെയിലുണ്ട്. 28 കളർ ഇപ്പം സെയിലുണ്ട്. അത് ശരി. വയലറ്റ് ഉണ്ട്, ഇതേതാ കളർ? ഇപ്പൊ നമുക്ക് പറയാൻ ഒരു കളറിന് പേര് നമുക്കിപ്പം പേര് പറയാൻ പറ്റാത്ത കളറുകളാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്. ഒന്നിന് നമുക്ക് വെള്ള, നീല, വയലറ്റ് എന്ന് പറയാൻ പറ്റണം. ഇതിപ്പം മിക്സ് ആയതുകൊണ്ട് പേര് പറയാൻ പറ്റുന്നു. ഇതിന്റെ പേര് റോയൽ മജന്ത. ഇത് കുറച്ചും കൂടെ നല്ല ഇലകളും നല്ല രസമുണ്ട് കാണാനല്ലേ? റോയൽ മജന്ത. സീറ്റി യെല്ലോ ഇതിൽ തന്നെ വരുന്ന പേരാണ്. ഇതിന്റെ പേര് സീറ്റി യെല്ലോ. അത് വന്നിട്ട് യെല്ലോ ക്രൗൺ. അതിന്റെ അപ്പുറത്ത് നിൽക്കുന്നത് ഫയർ ഓപ്പൽ. ഫയർ ഓപ്പണോ? ഫയർ ഓപ്പൽ. ഈശ്വര, തീ പിടിക്കുമല്ലോ. എല്ലാത്തിനും പേരുണ്ട്. ഈ പേരുകളൊക്കെ നമ്മൾ കാണാതെ പഠിച്ചും വെച്ചിട്ടുണ്ട് അല്ലേ? എന്തായാലും സുചിത്ര സമ്മതിക്കണം. പ്യുവർ വൈറ്റ്. ഇതിന്റെ വേറൊരു കളറുണ്ട്, അത് ക്രീമി വൈറ്റ് ആണ്. ഇത് പ്യുവർ വൈറ്റ്. എന്താ ഇതിന്റെ പേരെന്താ? ഓ ഭാഗ്യം, ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത് ഒന്നിൻ്റെ പേര് മറന്നു പോയിട്ട് കണ്ടു. ഇത് മിൽക്കി വൈറ്റ്. ഓ ഷോ കിട്ടി. മിൽക്കി വൈറ്റ്. അത് ശരി. ഒരെണ്ണത്തിൻ്റെങ്കിലും പേര് മറന്നതിൻ്റെ സന്തോഷത്തിലായിരുന്നു ഞാനുള്ളത്. മിൽക്കി വൈറ്റ്. ആൾക്കാർ കുറേയൊക്കെ ഇവിടെ വന്ന് വാങ്ങിക്കും അല്ലേ?
ഇന്നലെ കോഴിക്കോട് നിന്ന് ഒരാൾ വന്നായിരുന്നു. കോഴിക്കോട് നിന്നോ? പൂക്കൾ തപ്പിയോ? അത് ശരി, കോഴിക്കോട് നിന്നായിരുന്നു. ശരിക്കും മലബാറുകാർക്ക് ഒരു ടീച്ചർ, സ്കൂളിലെ ടീച്ചറും പ്രിൻസിപ്പാളും എല്ലാവരും കൂടെ അവിടുത്തെ ഇവിടെ ഇതുവഴി പോകുന്ന കുട്ടിയാണ്. ആ കുട്ടി സ്കൂളിൽ പോയി പറഞ്ഞപ്പോൾ അവർക്ക് വിശ്വാസമില്ല. അങ്ങനെ ആ കുട്ടി എന്നെ വിളിച്ചുകൊണ്ട് വന്നു. സ്കൂൾ ഹെഡ് മാസ്റ്റർ കണ്ട് അന്തം വിട്ടു. ഏത് സ്കൂൾ? നമ്മുടെ ഭഗവതിപുരം സ്കൂളോ? ഭഗവതിപുരം സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്ക് ഇതിനോടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഫീൽഡ് വിസിറ്റ് ഒക്കെ നടത്താൻ, കുട്ടികൾക്ക് ഫീൽഡ് വിസിറ്റ് നടത്താൻ പറ്റിയ ഒരു സ്ഥലമാണ്. കാരണം അവർക്ക് ഇങ്ങനെ കണ്ണിന് കാഴ്ചകൾ, നല്ല കാഴ്ചകൾ കാണാം. ഈ മലബാറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ കൂടുതൽ ചെടികളെ സസ്യങ്ങളെയും ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നവരാണ്. അതുകൊണ്ട് ചിലപ്പോൾ കോഴിക്കോട് നിന്നല്ല, അവരങ്ങ് കണ്ണൂരിൽ നിന്നായാലും ഇങ്ങനെ വരും. നമുക്ക് ഓരോരുത്തർക്കും ഓരോന്നിനോടാണ് ക്രൈസ്. ഇപ്പോൾ എനിക്ക് പച്ചക്കറികളോടാണെങ്കിൽ താനിക്ക് പൂക്കളോടായിരിക്കും, ചിലർക്ക് സിനിമ കാണുന്നതിനോടായിരിക്കും, ബുക്ക് വായിക്കുന്ന, ഓരോരുത്തർക്കും ഓരോ ഹോബിയാണ്. പക്ഷേ ഈ ഹോബി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഞാനൊക്കെയാണെങ്കിൽ എല്ലാം തുടങ്ങി വെച്ചിട്ട് പാതിയിലിട്ടിട്ട് സ്ഥലം വിടും. കാരണം ഇത്രയും മെനക്കെടാൻ ആരെ കൊണ്ട് പറ്റും? ഇപ്പോൾ തന്നെ ഇച്ചിരി വെയിലടിച്ചപ്പോൾ തന്നെ വാടി തളർന്നു. അപ്പോൾ നല്ല വെയിലാണ്, ഇപ്പം തന്നെ വാടി തളർന്നു. അപ്പോൾ ഇനി കുറച്ചും കൂടെ ഉച്ച വരെ എന്നൊക്കെ പറഞ്ഞാൽ ചിന്തിക്കാൻ കഴിയുന്ന അപ്പുറത്തേക്കുള്ളതാണ് എഫേർട്ട്. ഈ ഫ്ലവറിനകത്തൊരു കൊമ്പ് വരുന്നുണ്ട്. പൂമ്പൊടി ആ കൊമ്പല്ലേ? ഇല്ല, കൊമ്പുള്ള വെറൈറ്റീസാണ്. ഇടയ്ക്ക് ഫ്ലവറുകളിലെല്ലാം കാണാം. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് 10 മണിയോട് ചോദിക്കാം, നിനക്ക് എന്താ കൊമ്പുണ്ടോയെന്ന് അല്ലേ? ഇനിയും ചെന്നൈയിൽ നിന്നൊക്കെ ഫ്ലൈറ്റ് പിടിച്ച് വന്നാലും ചോദിക്കാം, നിനക്ക് എന്താ കൊമ്പുണ്ടോ എന്ന് ചോദിക്കാം. അപ്പോൾ ധൈര്യമായിട്ട് പറയാം കൊമ്പുള്ളതാണ്. ഇതൊക്കെ അപ്പോൾ ഏതാ വെറൈറ്റി? ഏതാ? പേഴ്സണൽ വിഭാഗത്തിൽ പെടുന്നത് തന്നെ ഇതിൻ്റെ അകത്തുള്ളൊരു പ്രത്യേകത. എല്ലാം പുതിയ വെറൈറ്റിയാണ്, എല്ലാം കൊള്ളാം. ഇപ്പോൾ ഓരോന്നിൻ്റെ പേര് പഠിക്കാനുള്ളൊരു മാനസികാവസ്ഥയിലല്ലാന്ന് പറയുന്നതായിരിക്കും ശരി. ചുരുക്കം പറഞ്ഞാൽ വെയിലിനെ പ്രതിരോധിച്ചാണ് ഇത്രയും പൂക്കൾ ഇവിടെ സൃഷ്ടിച്ചേക്കുന്നതെന്ന് അർത്ഥം. അപ്പോൾ നമ്മൾ കണ്ടിട്ട് 10 മണിയല്ലേ എന്ന് പറഞ്ഞിട്ട് പോകാനായിട്ട് എളുപ്പമാണ്. പക്ഷേ ഇതിൻ്റെ പിന്നിലത്തെ ഒരു അധ്വാനം ഭയങ്കരം അല്ലേ? എന്തായാലും സന്തോഷം കണ്ടതിൽ. ശരിക്കും പറഞ്ഞാലേ വീട്ടമ്മമാർക്കൊരു നല്ല വരുമാനം അല്ലെങ്കിൽ ഒരു ചെറിയ വരുമാനമെങ്കിലും നേടിക്കൊടുക്കാൻ ഈ 10 മണിയെ കൊണ്ട് പറ്റുന്നുണ്ടല്ലേ? നമ്മളെപ്പോഴും ഒരുപാട് അധ്വാനം വേണം. നോക്കത്തില്ല, നട്ട് കഴിഞ്ഞിട്ട് അങ്ങ് പോകും. ഞാനൊക്കെ അങ്ങനെ, എന്നെ കൊണ്ടൊന്നും ഇത്രയും കഷ്ടപ്പെടാനൊന്നും നമ്മളിതിന് വേണ്ടി നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ റിസൾട്ട് എന്തായാലും ദൈവം തരുന്നുമുണ്ട്. എന്തായാലും നല്ലതായിട്ടിരിക്കട്ടെ. അടുത്ത പ്രാവശ്യം വരുമ്പം കുറച്ച് കൂടുതൽ വീണ്ടും ഉണ്ടായിക്കോട്ടെ. 1 ഏക്കർ സ്ഥലം കൂടെ പട്ടത്തിന് എടുത്തിട്ടുണ്ടെന്നല്ലേ പറഞ്ഞു? പ്ലാന്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ മുന്നോട്ട് വരട്ടെ. ഇനിയും കാണുമ്പോൾ നല്ലതായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഓക്കെ, സന്തോഷം.